ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയുമായുള്ള വിവാഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. സോ നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുക. ആ ഒരു വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മൈൻഡിൽ റിപ്പീറ്റ് ചെയ്യുക. ആ വ്യക്തിയുമായുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മൈൻഡിലേക്ക് കൊണ്ടുവരിക. കണ്ണടയ്ക്കുക. ഈ ഒരു റീഡിങ്സിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. മൈൻഡ് കാം ആൻഡ് കൂളാക്കിയിരിക്കുക. ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിങ്സ് ആണ്. സോ എല്ലാം നിങ്ങൾക്ക് റെസനേറ്റ് ആകണമെന്നില്ല. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഓക്കെ. Ten of Swords, 7 of Wands, 4 of Swords, Sun, 9 of Pentacles, Queen of Swords, Page of Pentacles, 10 of Cups, 7 of Pentacles and Queen of Wands. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 7 of Swords ആണ് വന്നിരിക്കുന്നത്. ഓക്കെ. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പാസ്റ്റാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഓൾമോസ്റ്റ് ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഇരിക്കുന്നവർ അല്ലെങ്കിൽ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള സിറ്റുവേഷനിൽ പെയിനിലിരിക്കുന്ന വ്യക്തികളായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് എനർജി കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് 7 of Wands ആണ്. അതായത് ഒരു നിങ്ങളുടെ ലവിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് അവിടെ വരുന്നത്. ഇപ്പോൾ എൻഡ് ചെയ്ത് പോയ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ബ്രേക്കപ്പിന് റീസൺ മേ ബി ഫാമിലിയോ സൊസൈറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തോ റീസൺസ് ആകാം എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഗ്രോത്തിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്തത്. പക്ഷേ ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ ഇതിനായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടുപേരും ഓക്കെ നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഇതിനായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലവ് ഇത് പ്രോഗ്രസ്സിൽ കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു ഹൈ എനർജിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. ഈ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസിനൊന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹത്തിൽ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, തേർഡ് പാർട്ടി ആയിക്കോട്ടെ, ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ആ ഒരു ഡിഫെൻഡിങ് എനർജി വേണം. ഓക്കെ. അതിന് ശേഷം നമുക്ക് കാണുന്നത് 4 of Swords ആണ്. കാരണം നമുക്ക് ഫസ്റ്റ് എനർജിയിൽ തന്നെ ഒരുപാട് പെയിൻഫുൾ ഏറിയ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഒരു സ്പേസ് എടുക്കുക, ഹീലിങ്ങിന് ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങളിപ്പോൾ എടുത്തു ചാടിയൊരു തീരുമാനങ്ങൾ എടുക്കാണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം നിങ്ങളൊന്ന് മൈൻഡ് ക്ലിയർ ആകണം. സോ നിങ്ങൾ ഫസ്റ്റ് ഹീലാകണം. മൈൻഡ് ഹീലായതിന് ശേഷം മാത്രമേ ക്ലിയറായി ചിന്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റിലോട്ട് പോകാവുന്നതാണ്. ആൻഡ് ആ ഒരു ഹീലിങ്ങിന് ശേഷം നമുക്ക് വന്നിരിക്കുന്ന കാർഡ് സൺ കാർഡാണ്. സോ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹീലിങ്ങിന് ശേഷം തന്നെ ഒരു ബ്ലെസ്സിങ് പോലെയാണ് വന്നിരിക്കുന്നത് അല്ലേ. ഒരു ഹാപ്പിനെസ്സും ഒരു ക്ലാരിറ്റിയും ഒരു സന്തോഷമൊക്കെ നിറഞ്ഞൊരു കാർഡാണ് നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലവ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വ്യക്തിയുമായുള്ള മാരേജ് ഇൻ ഫ്യൂച്ചറിൽ നടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആൻസർ നമുക്ക് യെസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ അതിന് മുന്നേ നമുക്ക് കുറച്ച് സ്റ്റേജസ് ഉണ്ടല്ലേ, കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിന് നിങ്ങൾ രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരുന്നു, അത് ഹീലാകുന്നു. ആൻഡ് അഗെയിൻ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിന് ശേഷം നമുക്ക് വന്നിരിക്കുന്നത് 9 of Pentacles ആണ്. അപ്പോൾ ഈ ഒരു മാരേജ് അതിന് മുന്നേ നിങ്ങൾ എന്താണ് സ്റ്റേബിൾ ആകണം അല്ലേ. പേഴ്സണൽ ഗ്രോത്ത് വേണം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇതൊക്കെ നിങ്ങൾക്ക് വേണം. സോ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു സ്ട്രെങ്തും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് ഉണ്ടാകണം എന്നുള്ളതാണ്. സോ അതിൽ ഫോക്കസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് Queen of Swords. സോ Queen of Swords എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലിയർ ആയിട്ട് ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ്. ക്വീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും ആ ഒരു കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ അവ്യക്തത ഉണ്ടാവത്തില്ല. ആ ഒരു ക്വീൻ എപ്പോഴും വ്യക്തതയോടുകൂടിയായിരിക്കും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളും അതുപോലെ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം മാത്രം കാര്യങ്ങൾ പറയുകയും
അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സോ പേജ് ഓഫ് പെൻറ്റക്കിൾസിൽ നിങ്ങളൊരു റിസ്ക് എടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പുതിയ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉടനെ ഒരു മാരേജ് പോസിബിൾ ആണോ എന്ന് നോക്കിയപ്പോഴത്തേക്കും ഉടനെ അല്ല. കാരണം നിങ്ങളിപ്പോഴും ആ ഒരു എന്താ പറയുക മെച്യൂരിറ്റി ലെവലിലോട്ട് എത്തുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങളിപ്പോഴും ആ ഒരു ലേണിംഗ് ഫേസിലാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. സോ ഉടനെ ഉണ്ടാകത്തില്ല, പക്ഷെ നിങ്ങൾ ആ ഒരു പേഷ്യൻസോട് കൂടി എഫേർട്ട് ഇട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ആൻഡ് അതിനുശേഷം നമുക്ക് 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. സോ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാപ്പി ഫാമിലി ലൈഫ് കാണിക്കുന്ന ഒരു കാർഡാണ്. അത്രയും സന്തോഷം നിറഞ്ഞൊരു കാർഡാണ്. അപ്പം മാരേജ് പോസിബിലിറ്റി നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരുമിച്ച് ഗ്രോ ചെയ്യാനും ഒരുമിച്ച് വർക്ക് ചെയ്യാനും ആ ഒരു സ്ട്രോങ് ഇമോഷണൽ ബോണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു ഹീലിങ്ങിന് ശേഷം നിങ്ങൾ തമ്മിൽ ആ ഒരു കോൺവെർസേഷനും കമ്മ്യൂണിക്കേഷനൊക്കെ ശേഷം നിങ്ങൾ തമ്മിൽ ഡിസൈഡ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ബ്ലെസ്സിങ്സൊക്കെ കിട്ടുക. മേ ബി നിങ്ങൾ അതിൽ നിന്ന് ഹീലായില്ല, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈഗോ ഇഷ്യൂസായിട്ട് അയാൾ വരട്ടെ വന്ന് മിണ്ടട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വരുന്നതല്ല. സോ നമ്മൾ ഈ പറഞ്ഞ സ്റ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പെയിൻഫുൾ ഇതിൽ നിന്നും പിന്നും എണീറ്റ് വന്ന് പിന്നെ സംസാരിച്ച് ഹീലായി. സോ ഇതൊക്കെ ഓരോ സ്റ്റേജസാണ്, നമ്മുടെ ലൈഫിലെ ഓരോ ഫേസസ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു 10 ഓഫ് കപ്സ് ആ ഒരു ഫാമിലി ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ രണ്ടുപേരും കൂടെ എടുക്കേണ്ട ഡിസിഷനാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് 7 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് അതൊരു വെയിറ്റിങ്ങിൻ്റെ കാർഡാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു മാരേജ് നടക്കില്ല, ബട്ട് നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത്, നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക, ആൻഡ് നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് അല്ലെങ്കിൽ സെൽഫ് ലവ്, ഇതൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഗുഡ് തിങ്സ് ടേക്സ് ടൈം എന്ന് പറയുന്ന പോലെ ബാക്കിയുള്ള നല്ല കാര്യങ്ങളൊക്കെ അതാത് സമയങ്ങളിൽ നടക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രയൊക്കെ ഗ്രോ ചെയ്യാൻ പറ്റുമോ അത്രയും ബ്യൂട്ടിഫുൾ ആക്കുക എന്നുള്ളതാണ്. ആൻഡ് ഫൈനൽ റിസൾട്ട് അത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. അത് ആ ഒരു കറക്റ്റ് ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുമെന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ക്വീൻ ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. സോ അത് പറയുന്നത് ആ ഒരു ബോൾഡ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ കോൺഫിഡൻസോട് കൂടിയിരിക്കുന്ന ഒരാളാണല്ലേ. അപ്പം നിങ്ങൾ സ്വയം നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു ലവ് ലൈഫിലെ ഡിസിഷൻസ് നിങ്ങൾ വേണം എടുക്കേണ്ടത് എന്നുള്ളതാണ്. മറ്റൊരാൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ അത് ഇനി വേണ്ട. ഇനിയുള്ള നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളും കൂടെ വേണം എഫേർട്സ് ഇടാനായാലും അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനായാലും രണ്ടുപേരുടെയും പാർട്ട്ണർഷിപ്പ് വേണം. സോ നിങ്ങൾക്കും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് 7 ഓഫ് വോൺസ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ വന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾ മേ ബി സീക്രട്സ് അല്ല ആ ഒരു വ്യക്തി ഒരു പോയിൻ്റ് ഓഫ് ആൾക്കാരിൽ നിന്നും ലൈക്ക് മേ ബി ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് പോയത് ഒരു തേർഡ് പാർട്ടി കാരണോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺസ് ഉണ്ടാകും, ഫാമിലി ഇഷ്യൂസോ സൊസൈറ്റിയുടെ ഇത് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. സോ അതിൽ നിന്നൊക്കെ മാറി നിങ്ങളിലേക്ക് വരുന്നു എന്നൊരു ഇതാണ് നമുക്കവിടെ കാണുന്നത്. സോ ഓവറോൾ റീഡിങ്സ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു എനർജി അതാണ്. അപ്പോൾ നിങ്ങൾക്ക് മാരേജിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഇത്രയും ഒരു ഇത് ലൈഫിൽ വന്നതുകൊണ്ട് ലൈക്ക് പെയിൻഫുൾ ഇതൊക്കെ ട്രോമാസൊക്കെ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഹീൽ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. സോ അതിന് ശേഷം നിങ്ങൾ ട്രസ്റ്റ് ആയാലും എല്ലാം ഒന്നുകൂടെ റീബിൽഡ് ചെയ്യേണ്ടി വരുമായിരിക്കും. സോ മാരേജിന് മുന്നേ തന്നെ അതൊക്കെ റീബിൽഡ് ചെയ്യുക. മൊത്തത്തിൽ നിങ്ങൾ ഹീലാകുക. ആ ഒരു മാരേജ് ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ മൊത്തത്തെ റീഡിങ്സിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓവറോൾ റീഡിങ്സ് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു പേഷ്യൻസിൻ്റെയും പേഴ്സണൽ ഗ്രോത്തിൻ്റെയൊക്കെ ഒരു റീഡിങ്സാണ് വന്നിരിക്കുന്നത്. മാരേജ് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആണ്, പക്ഷേ എന്തൊക്കെയുണ്ട് 7 ഓഫ് വോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ലവിന് വേണ്ടി നമ്മൾ എന്തായാലും ഫൈറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് നമുക്ക് പാസ്റ്റിൽ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻസ് നടന്നിട്ടുണ്ട്. സോ ഹീൽ ചെയ്യേണ്ടി വരും. ആൻഡ് ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും ക്ലാരിറ്റി വേണം. സോ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വെച്ച് നിങ്ങളുടെ സൈഡ് ആ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, ആ വ്യക്തിയുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വയ്ക്കുക. പിന്നെ ട്രസ്റ്റും പേഷ്യൻസും ഇതൊക്കെ ഈ ഒരു ജേർണിയിൽ അത്യാവശ്യമാണ്. എങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആരാണോ അയാളുമായുള്ള മാരേജ് പോസിബിൾ ആകും എന്നുള്ളതാണ്. കാരണം നമുക്ക്
സൺ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു, 10 of Cups വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ ആ ഒരു മാരേജിനെയാണ്, ലോങ് ലാസ്റ്റിംഗ് മാരേജിനെയാണ് കാണിക്കുന്നത്. പക്ഷേ ടൈമിംഗ് അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ആവത്തില്ല, കുറച്ച് ഡിലേ കാണും. ബട്ട് സ്റ്റിൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു റീഡിങ്സാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് അല്ലെങ്കിൽ അഡ്വൈസസ് എന്താണെന്നും കൂടെ നോക്കാം. Eight of Swords, Ace of Pentacles, 8 of Cups, 2 of Pentacles, Temperance. ഓക്കെ, ഫസ്റ്റ് വന്നിരിക്കുന്നത് 8 of Swords ആണ്. അതായത് നമ്മൾ ഫസ്റ്റ് ആ ഒരു കണ്ട എനർജി, നമ്മൾ റീഡിങ്സിലുണ്ടായിരുന്ന ഒരു പെയിൻഫുൾ സിറ്റുവേഷനില്ലേ, നിങ്ങളെപ്പോഴും അവിടെ സ്റ്റക്കായി നിൽക്കുകയാണെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരണം എന്നുള്ളതാണ്. ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് ഭയമുണ്ട്, ആ ഒരു പേഴ്സണെ നഷ്ടപ്പെടുമോ എന്നൊരു ഭയമുണ്ട്. സോ അതിലൊക്കെയാണ് നിങ്ങളിപ്പോൾ ആ ഒരു വേൾഡിലാണ്, ഓവർ തിങ്കിങ്ങിൻ്റെ വേൾഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതാണ്, നമ്മളവിടെ പെട്ടുപോയ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരിക എന്നുള്ളതാണ്. നിങ്ങൾ ശരിക്കും അവിടെ സ്റ്റക്കായി നിൽക്കുകയല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ പറ്റുന്നതാണ്. അത് മാറ്റുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് അതിനുള്ള പവർ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ ചിന്ത നിങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. നിങ്ങൾ സ്വയം നിങ്ങളെ ഡൗട്ട് ചെയ്യാതിരിക്കുക, അതിൽ നിന്ന് പുറത്ത് വരിക. നെക്സ്റ്റ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പുതിയ അവസരം വരാൻ പോകുന്നു എന്നുള്ളതാണ്. മേ ബി കരിയർ റിലേറ്റഡ് ആയിക്കോട്ടെ, എന്തെങ്കിലും തരത്തിലൊരു പുതിയ അവസരം നിങ്ങളിലേക്ക് വരും. അപ്പോൾ ആ ഒരു അവസരം വരണമെങ്കിൽ അത് മേ ബി കരിയർ ആവാം, ലവിലാകാം, അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്തിലാകാം. സോ അത് നിങ്ങൾ റിസീവ് ചെയ്യണമെങ്കിൽ നിങ്ങളത് റെഡി ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനും ആ ഒരു പുതിയ ബിഗിനിങ്സ് വരുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മെൻ്റലിയും ഫിസിക്കലിയും റെഡി ആയിരിക്കണം. സോ അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് കണ്ടതുപോലെ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരിക എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് 8 of Cups ആണ്. സോ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് അത്രയും ഇമോഷണലി നിങ്ങളെ തളർത്തുകയും ഒരുപാട് വിഷമം തരുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഹോൾഡ് ഓൺ ചെയ്യരുത്, നിങ്ങൾ മൂവ് ആയി പോവുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് അത്രയും ടോക്സിക് ആയിട്ടുള്ളൊരു ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അവിടെ നിന്നും മാറിപ്പോകണം. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 2 of Pentacles ആണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങളുടെ ലവ് ആയാലും അതുപോലെ തന്നെ ലൈഫും, ഇത് രണ്ടും ഒരു ബാലൻസിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ആൻഡ് അതൊരിക്കലും നിങ്ങൾക്കൊരു സ്ട്രഗിളായിട്ട് തോന്നരുത്. രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിനായാലും നമ്മളുടെ റിലേഷൻഷിപ്പ്, നമ്മളുടെ ലവ് ലൈഫിനായാലും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒന്നിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് മറ്റൊന്ന് നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ ഒരെണ്ണത്തിന് ഒരുപാട് എനർജി കൊടുത്ത് മറ്റ് ഒന്നിനെ നെഗ്ലക്റ്റ് ചെയ്യാതെ, അതായത് അതിനെ അവോയ്ഡ് ചെയ്യാതിരിക്കുക. രണ്ടിനെയും ഒരു ബാലൻസ് ആയ രീതിയിൽ വേണം നിങ്ങളിനി കൊണ്ടുപോകാനുള്ളത്. ആൻഡ് ഫൈനലി ടെമ്പറൻസ് വന്നിട്ടുണ്ട്. സോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ക്ഷമയോട് കൂടി ഇരിക്കുക. ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിവൈൻ ടൈമിങ്ങിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ലവ്, കമ്മിറ്റ്മെൻറ്റ്, മാരേജ്, ഇതൊക്കെ നിങ്ങൾക്ക് വരും, ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ വരും. പക്ഷെ നിങ്ങൾ റഷ് ചെയ്യേണ്ട, ഒരുപാട് ധൃതി പിടിക്കേണ്ട എന്നാണ് പറയുന്നത്. അതിൻ്റേതായൊരു ടൈമിങ്ങിൽ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. ഓക്കെ സോ നിങ്ങളുടെ സെൽഫ് ഡൗട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഒരിക്കലും സ്റ്റക്കായി നിൽക്കരുത്. നിങ്ങൾക്ക് വരുന്ന പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ അക്സെപ്റ്റ് ചെയ്യുക. ഇമോഷണലി ഭാരം തരുന്ന കാര്യങ്ങളെ റിലീസ് ചെയ്യുക. നിങ്ങളുടെ ലവ് ലൈഫ്, വർക്ക് ലൈഫ് ബാലൻസ് നിങ്ങളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതുപോലെ തന്നെ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, ഡിവൈൻ ടൈമിങ്ങിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.